ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ സ്വാന്തന കൂടാരത്തിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ അമ്മ മറിയത്തെ ആദരവോടുകൂടി എല്ലാവരും കൂടുതൽ ഓർക്കുന്നൊരു നാളും നാഴികയുമൊക്കെയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ജനന പെരുന്നാളിനോട് ചേർന്ന് ഒരു നോമ്പിലൂടെ കടന്നു പോകാനായിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഓരോരുത്തർക്കും അവസരവും ഭാഗ്യവും ഉണ്ടാകുന്നു. ക്രിസ്തുവിങ്കിലേക്കുള്ള വഴിയും വാതിലുമാണ് പരിശുദ്ധ അമ്മ മറിയം. യേശുവിൻ്റെ ഒരു മേൽവിലാസം അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായി സുവിശേഷകനായ മർക്കോസ് അത് രേഖപ്പെടുത്തുന്നുണ്ട്. മറിയത്തിൻ്റെ മകനെന്നാണ്. അങ്ങനെ മറിയത്തിലൂടെ ആ മകനിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ചുകൂടി തീവ്രമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? എല്ലാം വീട്ടിൽ നിന്നായാലോ? വീട്ടിൽ എന്തുമാത്രം പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടെന്നാണ് ഒരു ചെറു ചോദ്യം. 4-ാം സുവിശേഷമില്ലേ, വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം, അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഒരു വിവാഹ വീടിനെക്കുറിച്ച് പരാമർശിച്ചാണല്ലോ വിശുദ്ധ വേദഭാഗം ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ്: കാനാവിൽ ഒരു വിവാഹ വീട്, യേശുവിൻ്റെ അമ്മ മറിയം അവിടെ ഉണ്ടായിരുന്നു. ആ ഒറ്റ വചനം മതി, വിശുദ്ധ സുവിശേഷത്തിലെ ഒറ്റ വചനം മതി നമുക്ക് കാര്യമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്. ഒരു ഭവനത്തെ അവതരിപ്പിക്കുകയാണ്, ഒരു ഭവനത്തെ പരിചയപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ്: യേശുവിൻ്റെ അമ്മ മറിയം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഭവനമാണോ ഞാൻ വസിക്കുന്നതെന്ന് ഭൂമിയിലെ മുഴുവൻ യേശു ഭക്തരും ശിഷ്യരുമൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്, കാര്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടതാണ്. കണ്ടെത്താനായിട്ടുള്ളൊരു വാശിയിൽ ചില പ്രയത്നങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതാണ്. എന്തുമാത്രം അമ്മയെടുപ്പമുണ്ട് ഓരോ വിശ്വാസിക്കും. പറഞ്ഞു വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവാം, യേശു വേണ്ടേ എന്ന്. യേശു വേണം. യേശുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി മാർഗവുമൊക്കെയാണ്. പ്രകാശത്തിൻ്റെ ഒരു വാതിലാണ് മറിയം. ഈ അമ്മയെ ഭവനത്തിൽ നിന്ന് ഉൾപ്പെടുത്താനായിട്ട് ഏത് കാലത്ത് തയ്യാറാവുന്നോ അതോടുകൂടി ആ ഭവനം യേശുവുള്ളൊരു വീടായിട്ട് മാറുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും ആ ഭവനത്തിലുണ്ടെന്നാണ് അടുത്ത തിരുവചനം. യോഹന്നാൻ ശ്ലീഹ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്രകാരം ഒരു ഭവനത്തിൽ കുഴപ്പങ്ങളും കുറവുകളും പോരായ്മകളും ആപത്തുകളൊക്കെ ഉണ്ടാവുമോ? ഒരു സാധ്യതയില്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. സാക്ഷാൽ മറിയവും മറിയത്തിൻ്റെ മകനായ യേശുവുമുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു പോരായ്മ ഉണ്ടാവുക, ഒരു ആപത്തും അപകടമൊക്കെ ഉണ്ടാവുക? ആ ഭവനത്തെ ആകെ അപമാനത്തിലേക്ക് തള്ളി വീഴ്ത്തക്ക വിധത്തിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ രൂപപ്പെടുന്നുണ്ട്, വലുതാവാൻ സാധ്യതയുള്ളത്. എത്ര എളുപ്പത്തിലാണ് അമ്മ ഇത് കണ്ടെത്തുന്നത്. ആ വീടിൻ്റെ കലവറയോളം എത്താനായിട്ട് സ്വാതന്ത്ര്യമുള്ള, സ്നേഹമുള്ള, സന്മനസ്സുള്ള അമ്മ. ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ക്ഷണിച്ചാൽ മതി. അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് എത്തുന്നതോടുകൂടി ഇത്തരം ചില സൗഭാഗ്യങ്ങളിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ക്ഷണം ലഭിക്കുന്നത്. അതോടുകൂടി നമ്മളിലെ പോരായ്മകൾ കണ്ടെത്തപ്പെടും, ഒരു സംശയമില്ല. അതാവട്ടെ നമ്മളെ ചെറുതാക്കാൻ വേണ്ടിയല്ല, അപമാനിക്കാനോ അകറ്റി നിർത്താനോ വേണ്ടിയല്ല, കുറച്ചും കൂടെ ചേർത്ത് നിർത്താനും പരിഹരിച്ച് അതിനെ പാകപ്പെടുത്താനുമാണ്. എന്ത് ഭംഗിയായിട്ടാണ് മകൻ്റെ അടുത്ത് ആ വിവരം എത്തിക്കുന്നത്. ശരിക്കും ആ വീടിൻ്റെ ഉടമസ്ഥരോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ആ വിരുന്നിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളോടാണ് പറയേണ്ടത്. ഇവിടെ വീഞ്ഞ് തീരുകയാണ്. വീഞ്ഞിൻ്റെ അഭാവം മനസ്സിലാക്കിയ മറിയം പക്ഷേ യേശുവിനോടാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ മനുഷ്യരുടെ അടുത്ത് ആവലാതിയുടെ രൂപത്തിൽ, പരിഭവത്തിൻ്റെ രൂപത്തിൽ, കുറച്ച് കഴിഞ്ഞ് അതിരുവിട്ട് ക്ഷോഭത്തിൻ്റെ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? ദൈവികമായൊരു ഇടപെടലിനായിട്ട് ജീവിതം നേരിടുന്ന പ്രശ്നങ്ങളെയും യേശുവിൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിച്ചിട്ടുണ്ടോ? മറിയം നല്ലൊരു മാതൃക കൂടിയാണ്. യേശു ഭൂമിക്ക് തന്ന വലിയൊരു മാതൃകയാണ് മറിയം. മറിയത്തിലൂടെയാണ്
യേശുവിലേക്ക് എത്തേണ്ടത്. മറിയത്തിലൂടെയാണ് യേശുവിനെ ഒന്ന് പഠിക്കേണ്ടത്. എന്ത് ഭംഗിയായിട്ടാണ് മാതൃക നമുക്ക് തന്നത്. യേശുവിൻ്റെ അടുത്താണത് പറയുക, ഒരു പ്രശ്നമുണ്ട് ഇവിടെ, നീ അത് പരിഹരിക്കണം. അങ്ങനെ യേശുവിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എനിക്കും യേശുവിനും ഇടയിൽ അമ്മ മറിയത്തെ ഒന്ന് ഉറപ്പുവരുത്തണം. ആ ഭവനത്തിൽ മറിയമുണ്ടായിരുന്നു. ഇത്രത്തോളം ആശ്വാസം തരുന്ന വചനങ്ങൾ കുറവല്ലേ? ഈ ആശ്വാസം തരുന്ന വചനവുമായിട്ട് നമുക്കെന്ത് ആഴമുള്ള ഒരു അടുപ്പമുണ്ട്. അങ്ങനെ യേശുവിലേക്ക് അമ്മ ആ പ്രശ്നത്തെ കൊണ്ടുവരുമ്പം യേശുവിൻ്റെ പ്രതികരണം, ഇതിനകത്ത് നമ്മളെന്തിനാണ് ഇടപെടുന്നത്? ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിട്ടുള്ള വിവേകത്തെ ഉപയോഗിക്കാത്തതിൻ്റെ കുഴപ്പം അത് ദൈവം ഏറ്റെടുക്കുമോ? മറ്റ് മനുഷ്യരെ ഏറ്റെടുക്കണോ? അങ്ങനെയൊക്കെ ഒരു ചോദ്യം അതിനകത്തുണ്ട് കേട്ടോ. ദൈവം നമുക്ക് നല്ല ബുദ്ധി ജ്ഞാനം ഒക്കെ നൽകിയിട്ടില്ലേ? വിവേകത്തോടുകൂടി കാര്യങ്ങളെ തരംതിരിച്ച് കാണാനായിട്ട് എന്തുകൊണ്ടാണ് പറ്റാത്തത്? നന്മയും തിന്മയും ഒക്കെ മുമ്പ് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നന്മയെ വിട്ട് തിന്മയിലേക്ക് ചായുന്നത്? എന്നിട്ടോ പരിതാപകരമായൊരു വീഴ്ചയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ നിലവിളിച്ചു തുടങ്ങുകയാണ് രക്ഷിക്കണമെന്നും. രക്ഷിച്ചാലും വീണ്ടും നമ്മൾ ചാഞ്ഞ് പോകുന്നതും വീഴുന്നതും ഇതേ സ്ഥലത്തേക്കും ഇതേ അവസ്ഥയിലേക്കുമൊക്കെ ആണെങ്കിൽ മനുഷ്യൻ അനുഭവത്തിൽ നിന്ന് പോലൊന്നും പഠിക്കാതെ പോവുകയാണ്. യേശുവിൻ്റെ പ്രതികരണം അതാ. ഇതിനകത്ത് നമുക്കെന്താണ്? അത് ദൈവവും മനുഷ്യനുമൊക്കെ അങ്ങനെ മറ്റു മനുഷ്യരുമൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഞാനെന്താണ് ചെയ്യേണ്ടത്? ഒരു വിരുന്ന് നടത്തുന്നു, ഒരു വിവാഹം നടത്തുന്നു, കാര്യാലോചനകൾ വേണ്ടേ? ഗൃഹപാഠങ്ങളില്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇക്കാലത്ത് ഇടപെടുന്നതെന്നറിയോ? എടുത്തിയാട്ടം തന്നെയാണ്, ഒരു സംശയമില്ല. യേശുവിനെ ദേവാലയത്തിൻ്റെ ഗോപുരമുകളിലേക്ക് ഒരുവൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വളരെ തന്ത്രപരമായി സൗഹൃദം ചമഞ്ഞ് താഴേക്ക് ചാടാനാണ് പറയുക. കരുതലിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതും ദൈവം ഉറപ്പ് തന്ന കരുതലിനെ. കാല് കല്ലിൽ തൊടാതെ മലാഖമാർ നിന്നെ കാത്തുകൊള്ളും. എത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു എടുത്തിയാട്ടത്തിലേക്ക് ഈ കാലവും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആ മീഡിയയുടെ ഭാഗം തന്നെയാണ് ഞാനും. എന്നാലും എന്തുമാത്രം എടുത്തിയാട്ടങ്ങളിലേക്കാണ് മനുഷ്യനെ വലവെച്ച് വിരിച്ച് വിളിക്കുന്നത്. അകപ്പെട്ടു പോയവർക്ക് തിരികെ വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ആപത്ത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് ഒരു തയ്യാറെടുപ്പ് എന്തിനും ആവശ്യമല്ലേ? തീരെ ഇല്ലാതെ പോകുന്നുണ്ട്. ഒരു ഭവനത്തെ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു തയ്യാറെടുപ്പുണ്ടോ? ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയുണ്ടോ? ഇത്രത്തോളം നടത്തിയത് ദൈവത്തിൻ്റെ കരുതലും കരുണയുമായിരുന്നു എന്ന് തോന്നലുണ്ടോ? ഇല്ല. ഇതൊക്കെ എൻ്റെ ഒരു കഴിവിൻ്റെ സാമർഥ്യത്തിൻ്റെ പ്രാപ്തിയുടെ ഫലമെന്നൊക്കെ കരുതി മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കാപ്പുറത്താവാം ക്ഷതങ്ങളുണ്ടാവുക, പ്രഹരങ്ങളുണ്ടാവുക, വീണുപോകുക സ്വാഭാവികവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭവനത്തെ കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്താൻ, ശുദ്ധീകരിപ്പാനും മറിയത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയേ മതിയാവും. ഇനി മറിയം ശരിക്കും ആരാണ്? യേശുവിൻ്റെ അമ്മയാണ്. യേശുവിന് അവകാശപ്പെട്ടതാണ്. അതിനകത്ത് നമുക്കെങ്ങനെയാണ് ഇത്തിരി ഇടം കിട്ടുക അല്ലേ? അതൊരു ചോദ്യമാണ്. എങ്ങനെയാണ് മറിയം നമ്മളുടെ അമ്മയാവുന്നത്? ഒരു ഭവനത്തിൻ്റെ ഭാഗമാക്കണമെന്നൊക്കെ പറയാം. എങ്ങനെ നമുക്ക് സാധിക്കും? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം തന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ക്രൂശിനരികിൽ കുറച്ച് സ്ത്രീകൾ നിൽപ്പുണ്ടായിരുന്നു. ആ കൂടെ പരിശുദ്ധ അമ്മ മറിയമുണ്ട്. പിന്നെയുള്ളതൊരു പുരുഷൻ ശ്ലീഹായായ 4-ാം സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ കൂടിയായ യോഹന്നാനാണ്. യോഹന്നാൻ തൻ്റെ പേര് പോലും പറയുന്നില്ല അവിടെയും. യേശു മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് പറയുന്നൊരു കാര്യം എന്താണ്? താൻ സ്നേഹിക്കുന്ന ശിഷ്യന് തൻ്റെ അമ്മ ഇവർ ക്രൂശിനരികിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് എന്താണ് പറയുക? അമ്മയോട് പറയുന്നത് ഇയാൾ നിനക്ക് മകനെന്നാണ് പറയുക. അത് ഒരു സംരക്ഷണയുടെ ഒരു കരുതലിൻ്റെ ഭാഗമാകാം. മകനോട് പറയുന്നതാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. കുറച്ചുകൂടി നമ്മൾ അതിനകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. മകനോട് പറഞ്ഞു, ഇത് നിനക്ക് അമ്മയാണ്. നല്ല കാര്യമാണ്.
അങ്ങനെ യോഹന്നാനൊരു അമ്മയെ കൊടുക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ കുരിശിൻ്റെ പരിസരത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ യോഹന്നാൻ്റെ അമ്മയുണ്ട്. യോഹന്നാൻ്റെ അമ്മയും ആ സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്. അമ്മയില്ലാത്ത ഒരാൾക്കല്ല അമ്മയെ കൊടുക്കുന്നത്, അമ്മയുള്ള ഒരാൾക്കാണ്. ബോണസായിട്ട് കൊടുക്കുന്നതാണോ? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? എല്ലാം കുഴഞ്ഞു മറയുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ. ഇനി എഴുത്തുകാരനായ യോഹന്നാൻ ശ്ലീഹ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് അവസാനിപ്പിച്ചതെന്ന് പറയും. അന്നു മുതൽ ആ ശിഷ്യൻ അമ്മയെ തൻ്റെ ഭവനത്തിൽ കരുതി. ഇതാ ഒരു ശിഷ്യന് യേശു സമ്മാനിച്ച അമ്മയെ കൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കൂടി സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയാണ് ഓരോ വീടിൻ്റെയും ഭാഗമായി പരിശുദ്ധ മറിയം മാറുന്നത്. ക്രൂശിങ്കൽ വെച്ച് നടന്നൊരു കൈമാറ്റമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു നിമിഷമാണ്. വാത്സല്യത്തിൻ്റെയോ ആശീർവാദത്തിൻ്റെയോ ഏറ്റവും അനുഗ്രഹത്തിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ ഒക്കെ ഒരു മുഹൂർത്തമാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും ബാധകമാണ് ഈ അമ്മ. ഓരോ ക്രിസ്തു ശിഷ്യനെയുമാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പം, തുടർന്നുള്ള കാര്യത്തിന് നമ്മൾ സന്നദ്ധരാണോ എന്നുള്ളതാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഈ അമ്മയെ കൊണ്ടുപോകാനായിട്ട്. ഈ അമ്മ കുറച്ച് അപകടകാരിയാണ്. അത് നമ്മൾ ആദ്യം കണ്ട വീട്ടിൽ നമ്മൾ ബോധ്യപ്പെട്ടതാണ്. എന്താണ്? അവിടുത്തെ കുറവുകളും പോരായ്മകളും ഒക്കെ കണ്ടെത്തുക, അത് കൃത്യമായി പറയുക. എന്നിട്ടോ പരിചാരകരെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അത്തരം ചില ഉത്തരവാദിത്വം, ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളല്ലേ നമ്മുടെ കാഴ്ചപ്പാട്. യാതൊരു ആവശ്യമില്ലാത്ത കാര്യം. അവരുടെ വീടായ അവരുടെ വിവാഹം, അവരുടെ വിരുന്ന്. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജോലി ചെയ്തിട്ട് പോന്നാൽ മതി. പക്ഷേ അതല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറിയം പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാവും ഈ മറിയത്തെ സ്വന്തം ഭവനത്തിലേക്ക് അമ്മയെന്ന നിലയിൽ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റാത്തത്. സ്വന്തം അമ്മ, ഓരോരുത്തരെയും പ്രസവിച്ച അമ്മ, ആ അമ്മയോടുള്ള സമീപനം പോലും എനിക്ക് തോന്നുന്നു മറിയത്തോടുള്ള ഒരു ആദരവിൽ, കൃതജ്ഞതയിൽ മാറി മറയേണ്ടതാണ്. ഒരു വിധത്തിൽ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിലപിക്കുന്ന മക്കളുണ്ട് ഈ ഭൂമിയിൽ. ഒരുപക്ഷെ മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ, കാര്യകാരണങ്ങളൊക്കെ ഒന്ന് ഇടപിരിച്ച് പരിശോധിക്കുമ്പോൾ ആ മക്കൾ പറയുന്നതിനകത്ത് കുറച്ച് സത്യമൊക്കെ ഉണ്ടാവും. ഒരു വിധത്തിലും ഈ അമ്മയെ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാവാം. പക്ഷേ മറിയമെന്ന് അമ്മ പറയുന്നുണ്ട്, ഈ ഏതൊരു മക്കളും അവരുടെ അമ്മയെ ഉൾക്കൊണ്ടേ മതിയാവും. കാരണം എന്താണെന്നറിയാം? ഏതാണ്ട് 9 മാസക്കാലം വസിച്ച വീടാണ് പെറ്റമ്മ. ഓരോ മനുഷ്യനും ബാധകമായൊരു കാര്യമല്ലേ അത്. 9 മാസക്കാലം ജീവിച്ച വീടാണ് പെറ്റമ്മ. അങ്ങനെ അവനവൻ്റെ അമ്മയോടുള്ള സമീപനം, കാഴ്ചപ്പാട്, നിലപാടുകൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്താൽ മാറിമറിയുന്നു. കുറേ കൂടി മെച്ചപ്പെട്ടതാവുന്നു, മികവുള്ളതാവുന്നു, നന്മയുള്ളതും മേന്മയുള്ളതുമാവുന്നു. ഇതിനാണ് നമ്മൾക്ക് ഈ അമ്മ മറിയത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. കൽഭരണികളിൽ വെള്ളം നിറപ്പാനാണ് പുത്രൻ കൽപ്പിച്ചത്. ഈ അമ്മയും മകനും വളരെ വിചിത്രമായ വിധത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഓരോ നിമിഷവും വിസ്മയിപ്പിക്കുന്നുണ്ട്. ശരിക്കും വീഞ്ഞ് തീർന്നാൽ വെള്ളം കൊണ്ട് അത്ഭുതകരമായി വെള്ളത്തെ തൊട്ട് വീഞ്ഞാക്കാൻ പോകുന്ന ഒരുവന് ആ വെള്ളം ഏത് പാത്രത്തിൽ നിറയ്ക്കാനാണ് പറയേണ്ടത്? വീഞ്ഞിരുന്ന പാത്രങ്ങളിൽ, വീഞ്ഞിരുന്ന ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം നിറപ്പാനാണ്. പക്ഷേ യേശു പറയുന്നത് പുറത്തു വച്ചിരിക്കുന്ന 6 കൽഭരണികളാണ്. അത് ശുദ്ധീകരണ ആവശ്യത്തിന് യഹൂദർ വെച്ചിരുന്നതാണ്. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ കാലും കൈകളും മുഖമൊക്കെ കഴുകി ഒരു ബാഹ്യ ശുദ്ധീകരണം വരുത്താനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ആന്തരിക ശുദ്ധീകരണം വരുത്തിയവരാണല്ലോ എന്നുള്ള ഒരു തോന്നലിലാണ് ബാഹ്യമായ ശുദ്ധീകരണം എന്ന് ഉറപ്പുവരുത്തുന്നത്. അതിനുവേണ്ടി വച്ചിരിക്കുന്ന കൽഭരണികളിലാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത്. അതാണ് വീഞ്ഞായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ കുറച്ച് ശുദ്ധീകരണം ആ മതസമൂഹത്തിനും യേശു ആഗ്രഹിക്കുന്നുണ്ട്. മതവും ആയിരിക്കുന്ന ഓരോ വിശ്വാസവും മേഖലകളുമൊക്കെ നവീകരിക്കപ്പെടണ്ടേ, ആവശ്യത്തിന് ശുദ്ധീകരിക്കപ്പെടണ്ടേ. നിസ്സാരമല്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ
പരിശുദ്ധ മാതാവിനെ ഓർക്കുന്ന ഈ നല്ല നാളുകളിൽ അമ്മ മറിയത്തെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഉറപ്പുവരുത്താം. ഒപ്പം പുത്രൻ തമ്പുരാനും ഉണ്ടാവും. കുറവുകളും പോരായ്മകളൊക്കെ മനസ്സിലാക്കും. അതിനനുസരിച്ച് നമ്മളെ ശുദ്ധീകരിക്കും, നവീകരിക്കും. അവൻ പറയുന്നത് കേൾക്കണം. അങ്ങനെയൊരു വലിയ ഉത്തരവ്, ഒരു നിർദ്ദേശം, ഒരു ഉപദേശമാണ് ഭൂമിക്ക് മറിയം കൈമാറുന്നത്. അതിനപ്പുറത്തുമൊന്നുമില്ല, അതിനിപ്പുറത്തുമൊന്നുമില്ല. അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ മറിയം തൻ്റെ ജീവിതത്തിലും പാലിച്ചത് അതുതന്നെയാണ്. ദൈവം പറയുന്നതും കേട്ടു. അതിനപ്പുറത്തേക്കും പോയില്ല, ഇപ്പുറത്തേക്കും പോയില്ല. മാതാവിനെ ആദരവോടും കൃതജ്ഞതയോടും നമ്മളിങ്ങനെ വാഴ്ത്തി ഘോഷിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ, ആ മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, അവളൊന്നും ആവശ്യപ്പെട്ടില്ല. മറിയം ഒന്നും ആവശ്യപ്പെട്ടില്ല. ദൈവത്തോടും മനുഷ്യരോടും അവളൊന്നും പ്രതീക്ഷിച്ചില്ല. ആവശ്യപ്പെടാതെയും പ്രതീക്ഷിക്കാതെയും ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് പാടാണ്. എന്തുമാത്രം ആവശ്യങ്ങളും എന്തുമാത്രം പ്രതീക്ഷകളുമാണ്. ഇതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ നിരാശയും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുമൊക്കെ. ആലോചിച്ച് അതുതന്നെയാണ്. ആവശ്യങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്താനായിട്ട് മറിയം നിർബന്ധിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒന്ന് പരിമിതപ്പെടുത്തുക. എന്തുമാത്രം വേണേലും ആഗ്രഹിക്കാം, അല്ലേ? സുൽത്താനായി മാറാനായിട്ട് യാചകന് ആഗ്രഹിക്കാം. ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്താനായിട്ട്, ഒന്ന് ആവശ്യപ്പെടാതിരിക്കാനായിട്ട് മറിയം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മനോഹരമായ മൊഴിയുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ആവശ്യപ്പെടുകയില്ല. ഒന്നും ആവശ്യപ്പെടാത്ത ഒരു യേശു ശിഷ്യബന്ധത്തെ യേശു സ്വപ്നം കാണുന്നുണ്ട്. ഒന്നും ആവശ്യപ്പെടാതെ മറിയം നമുക്ക് നല്ലൊരു മാതൃകയായി മുമ്പിലുണ്ട്. രണ്ടാമത്, മറിയം ഒന്നും നിഷേധിച്ചില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളെയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സഹനത്തിൻ്റെ പാനപാത്രമായാലും സന്തോഷത്തിൻ്റെ പാനപാത്രമായാലും ഒരേ മനസ്സോടെ അത് സ്വീകരിക്കണ്ടേ? ദൈവം തരുന്നത് നന്മയായാലും നമ്മുടെ കാഴ്ചപ്പാടിൽ അത് വേദനയായാലും ഒരേ മനോഭാവത്തോടു കൂടി ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആർക്കാണ് പറ്റുക? എപ്പോഴാണ് ദൈവവുമായിട്ട് പരിപൂർണമായ ഒരു വിശ്വാസ സ്നേഹബന്ധത്തിൽ എത്തുക, അത്തരമൊരു ഐക്യതയിലെത്തുക അവർക്ക് സാധിക്കും. മറിയം അപ്രകാരമായിരുന്നു. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് ലഭിച്ച ആശീർവാദവും ദൈവം പറഞ്ഞയച്ച ആശീർവാദവും ദൂതുമൊക്കെ തൻ്റെ ജീവിതത്തിൽ അത്ര സുഖകരങ്ങളായ അനുഭവങ്ങളാവത്തില്ല എന്നും മാനുഷികമായ ഒരു തലത്തിൽ നിന്നും ചിന്തിച്ചാൽ പിടുത്തം കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാലും അതിനും മീതെ എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് പറയാനായിട്ട് മറിയം തയ്യാറാവുകയാണ്. മറിയം ഒന്നും നിഷേധിച്ചില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളും ഒന്നും നിഷേധിക്കാതിരിക്കാനായിട്ട് ഒന്ന് ശീലിക്കണ്ടേ? ദൈവം ഒരുക്കി വച്ചിരിക്കുന്നവയെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മേശപ്പുറത്ത് വിളമ്പിയത് ഭക്ഷിക്കണം. അതൊരു വലിയൊരു മനോഭാവമാണ്. അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതാണ്. എനിക്കായിട്ട് ചിലത് കരുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആദരവോടും പ്രാർത്ഥനയോടും വിനയത്തോടും ആവോളം കൃതജ്ഞതയോടും കൂടി സ്വീകരിക്കുക, നന്ദി പറയുക. അങ്ങനെ ഒന്നും ആവശ്യപ്പെടാത്ത മറിയം, ഒന്നും നിഷേധിക്കാത്ത മറിയം. ഒടുവിൽ മറിയത്തിന് ആരോടും ഒട്ടും പരിഭവമില്ല. പരിഭവിക്കാമായിരുന്നു. കാലത്തോട്, കാലത്തിൻ്റെ കാടത്തം നിറഞ്ഞ നീതിയോട്, മതത്തോട്, മത നേതാക്കന്മാരോട്, നന്ദിയില്ലാതെ പോകുന്ന ജനതയോട് ഒക്കെ കലഹിക്കാമായിരുന്നു. മകനെ ഓർത്ത് മാത്രം വിചാരിച്ചാൽ കലഹിക്കാൻ ഒരു 100,000 കാരണങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും മറിയം കലഹിച്ചില്ല. അതും നമുക്ക് ജീവിതത്തിൽ ഒരു മാതൃകയാണ്. നമ്മൾ കുറച്ചുകൂടി മാറേണ്ടതിനുള്ള ഒരു വിളിയാണ്, ക്ഷണമാണ്. മറിയം ആരോടും പരിഭവം പുലർത്തിയില്ല. എന്തുമാത്രം പരിഭവങ്ങൾക്കകത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഈ പരിഭവങ്ങളെ ഒന്ന് പറഞ്ഞവസാനിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ബോധത്തിനകത്തൊരു വെട്ടം വീണ് കിട്ടിയാൽ മതി. അത് അമ്മ മറിയം എന്നൊരു വെട്ടമാണ്. ആ വെട്ടം വീണ് കിട്ടുന്ന ഏതൊരാൾക്കും യേശുവിനെ പതിയെ പതിയെ കിട്ടിത്തുടങ്ങുകയാണ്.
സമ്പൂർണ്ണമായി യേശുവിനെ കിട്ടിയത് മറിയത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറിയത്തിലൂടെ എത്തുന്ന ഏതൊരാൾക്കും യേശുവിനെ പതിയെ കിട്ടിത്തുടങ്ങുകയാണ്. അങ്ങനെ യേശുവിലൂടെ എന്തുമാത്രം മാറ്റങ്ങളാണ് കുരിശിനരികിൽ നിന്ന് മടങ്ങിപ്പോയ യോഹന്നാൻ്റെയും ജീവിതത്തിലുണ്ടായത്. യോഹന്നാൻ അതോടുകൂടി ആ സ്ത്രീയെ തൻ്റെ അമ്മയായി ഭവനത്തിൽ സ്വീകരിച്ചതോടുകൂടി യോഹന്നാൻ്റെ ജീവിതവും മാറി മറിയുന്നുണ്ട് അല്ലേ. ശമരിയ ഗ്രാമത്തിലേക്ക് യേശുവിനോടൊത്ത് പ്രവേശിച്ച യോഹന്നാൻ അവിടുത്തെ ആളുകളുടെ ഒരു തിരസ്കാര മനോഭാവം കണ്ടപ്പോൾ, യേശുവിനെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല, ആദരിച്ചില്ല എന്ന് കണ്ടപ്പോൾ യോഹന്നാനും പൊട്ടിത്തെറിക്കുന്നുണ്ട്. എങ്ങനെ? പണ്ട് ഏലിയാവ് അഗ്നി ഇറക്കി ചുട്ടുകരിച്ചതുപോലെ ഈ ഗ്രാമത്തെയും ജനതയും അങ്ങനെ അപ്രകാരം ചെയ്യുന്നതിന് അങ്ങക്ക് തടസ്സമുണ്ടോയെന്നാണ് ചോദിക്കുക. അങ്ങക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ യോർദാനക്കരെ ആരൊക്കെയോ സ്നാനം കൊടുക്കുന്നു. അവരെ തടഞ്ഞതിൻ്റെ കൂട്ടത്തിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ യോഹന്നാൻ സഹോദരനോടൊപ്പം യേശുവിൻ്റെ അരികിലെത്തിയിട്ട് പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ കാലത്ത് ഇടത്തും വലത്തും ഞങ്ങളെ ഇരുത്തണം, യോഹന്നാനിലേക്ക് മാത്രം വന്നാൽ എന്നെ ഇരുത്തണം. ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ട ഏതാണ്ടൊരു തീവ്രവാദിയുടെയൊക്കെ ഇടുക്കം നിറഞ്ഞ സ്വഭാവം കാണിച്ച യോഹന്നാൻ ആ യേശുവിൻ്റെ മരണശേഷം, യേശുവിൻ്റെ കബറടക്ക ശേഷം പിറ്റേന്ന് പുലരിയിൽ സ്ത്രീകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സദ്വാർത്ത കേട്ട പത്രോസിനോടൊപ്പം ഓടുന്ന യോഹന്നാൻ, പത്രോസിനേക്കാൾ മുമ്പേ എത്തിയ യോഹന്നാൻ. പക്ഷേ കബറിടത്തിൽ അകത്തേക്ക് പ്രവേശിക്കാതെ കാത്തു നിൽക്കുന്നു പത്രോസിന് വേണ്ടി. പത്രോസ് വന്ന് അകത്ത് കയറുമ്പോൾ പിന്നാലെ യോഹന്നാനും കയറുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, മറിയമെന്ന സാന്നിധ്യം വരുത്തി വെച്ച മാറ്റം എത്രയോ വലുതാണ്. തൻ്റെ ലേഖനങ്ങളിൽ യോഹന്നാൻ തുടർന്നെഴുതുന്നുണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്. എന്തുമാത്രം പരിവർത്തനങ്ങളിലേക്കാണ് മറിയമെന്ന സാന്നിധ്യം യോഹന്നാനെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്രകാരം അമ്മ മറിയമുള്ള ഒരു നല്ല വീടായിട്ട് നമ്മൾ ഓരോരുത്തരും വസിക്കുന്നിടത്തെ, പ്രവർത്തിക്കുന്നിടത്തെ, ജീവിക്കുന്നിടത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് അമ്മയുടെ പെരുന്നാൾ, അമ്മയുടെ നോമ്പുകാലം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. Bye.